ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പാറസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കൂനിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഞ്ചിൻ്റെ പൊടിയൊക്കെ ഇല്ലേ, അതിനാണ് കൂനിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നെയിം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൂനിപ്പൊടിയിൽ നിന്ന് കുറച്ച് ഇച്ചിരി തോരൻ വെക്കാനായിട്ട് കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ചില കൂനിപ്പൊടികൾ ചെറുതായിട്ട് തരിയോ പോലെ മണലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല മണൽ, അങ്ങനെ ഇല്ല. എങ്കിലും നമ്മളൊരു 2-3 വെള്ളം നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെള്ളത്തിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഞവിക്കി, എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഉടച്ച് കഴുകുമെന്ന് പറയത്തില്ലേ, അപ്പോൾ ആ രീതിയിൽ വേണം നല്ല രീതിയിൽ കഴുകാനായിട്ട്. അപ്പം ഇതുപോലെ നല്ല രീതിയിൽ ഒരു 3-4 വെള്ളം നല്ല രീതിയിൽ കഴുകി എടുക്കുക. ഇങ്ങനെ കൂനിപ്പൊടി നല്ല രീതിയിലൊന്ന് വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒന്ന് വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ തോരാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് പറയില്ലേ, അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട്, ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഇതിൽ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അത്യാവശ്യം ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയാണ് നമ്മുടെ തോരനൊക്കെ നല്ലൊരു ടേസ്റ്റ് വരുന്നതെന്ന് പറയുന്നത്. അപ്പം ഞാൻ നല്ലൊരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക്, ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയ വെളുത്തുള്ളി ഒരു 3 വെളുത്തുള്ളിക്ക് സമമാണ് കേട്ടോ. വലിയ വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു നുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഞാൻ സാധാരണ തോരന് ചേർക്കാറ്. നമ്മളെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള. അപ്പോൾ ഞാൻ പറഞ്ഞത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സവാള കുഞ്ഞു പീസസ് ആക്കി, നമ്മൾ തോരനൊക്കെ അരിയുന്ന കണക്ക് കുഞ്ഞു പീസസ് ആയിട്ട് അരിയുക. അതിനുശേഷം ഒരു 4-5 പച്ചമുളക്, പിന്നെ ഒരു 2-3 ഇഞ്ചി, ഒരു ചെറിയ പീസ്, പിന്നെ നമുക്ക് വെളുത്തുള്ളി. ഇത്രയാണ് ഞാൻ ഇതിലിട്ട് ചേർക്കുന്നത്. തോരന് സാധാരണ ഞാൻ ഇത്രയാണ് ചേർക്കാറുള്ളത്. ചില ആൾക്കാർ ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തോനെ ചേർത്താലും ഈ കൂനിപ്പൊടിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പം ഇഞ്ചി ഞാൻ സാധാരണ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വെച്ചാൽ തേങ്ങയിൽ കൂടെ തന്നെ നമ്മൾ അരപ്പ് തയ്യാറാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും തേങ്ങയിട്ട് ചേർക്കാറുണ്ട്. ഞാനിതിൽ അല്ലാതെ എല്ലാ തോരനും ഇങ്ങനെ തന്നെയാണ് തയ്യാറാക്കാറ്. പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി, സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിലേക്കായി ഞാനിപ്പോൾ ഒരു ചീനിച്ചട്ടി നല്ല രീതിയിൽ ചൂടാക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിൽ ആവശ്യത്തിലേക്കുള്ള കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ ഒരു 1/2 സ്പൂൺ കടുകിടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടി തീരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് രണ്ടും കടുവൊക്കെ ഒന്ന് പൊട്ടിച്ച് തീർന്ന ഒരു ബ്രൗണിഷ് കളറിൽ നമ്മുടെ ഉഴുന്നുമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് അടുത്തായി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പിന്നെ നമ്മുടെ പച്ചമുളക്, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒന്ന് ഉണ്ടാക്കി നോക്കിയേ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഗ്രൈൻഡപ്പ് ചെയ്ത് ചേർക്കുന്നതിനെക്കാട്ടിയും നമ്മൾ അരിഞ്ഞ് തോരനിടുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടും. അടുത്ത് നമുക്ക് തീയൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ആ എണ്ണ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
അപ്പോൾ ഇത് കുറച്ചുകൂടെ വഴറ്റുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യണം. ഞാനൊരു അരയെന്ന് പറയാൻ പറ്റില്ല, ഒരു 1/4 സ്പൂൺ ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയുടെ കൂടെ തന്നെ ജീരകം നമ്മുടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇതുപോലെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതിൽ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ വഴറ്റും. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ നിർത്താതെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടിയുടെ പച്ചമണം മാറണം. അതോടൊപ്പം എണ്ണ നന്നായിട്ട് ഈ ഒരു ഇതിൽ അലിഞ്ഞു ചേരണം. അപ്പം അതിലേക്കായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്നിങ്ങനെ നടുക്കോട്ട് ചേർത്ത് വെച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം വേകാനായിട്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടിയിൽ പിടിക്കാനും പാടില്ല. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കൊന്ന് വീണ്ടും അടച്ചു വെക്കാം. അപ്പോൾ ഇതിരുന്ന് വേകട്ടെ. നമുക്ക് ആ സമയത്തേക്കും നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു തേങ്ങയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരകിയ തേങ്ങ എടുക്കാം. അതോടൊപ്പം അതിൽ കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ജീരക പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾക്കല്ലാത്ത ജീരകം വേണമെങ്കിൽ, പൊടിക്കാത്ത ജീരകം ഉണ്ടെങ്കിൽ ആ ജീരകം നമുക്ക് തേങ്ങയും ജീരകവും കൂടെ ചേർത്ത് ഒരടി അടിച്ചെടുക്കാം. അപ്പോൾ ഞാനതിന് നല്ല രീതിയിൽ ഒരടി അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കൂനിപ്പൊടി കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ കൂനിപ്പൊടിയും നമ്മുടെ തേങ്ങയും ജീരകം അരച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ആ ഒരു പച്ചമുളകൊക്കെ മാറി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ കൂനിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകെല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആ കൂനിപ്പൊടി, കൊഞ്ചിൻ്റെ പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് ഒരുപാട് സമയം എടുക്കുമെങ്കിൽ വേകാനായിട്ട്. അപ്പം അല്ലാതെ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്തതിന് ശേഷം കൂനിപ്പൊടി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിനി അതിലേക്ക് നമ്മുടെ കൂനിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഞാനിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് വന്നിട്ട് വേകാനായിട്ട് കുറച്ച് സമയം മതി കേട്ടോ. ഒരു 15 മിനിറ്റ് പോലും വേണ്ട നല്ല രീതിയിൽ വെന്ത് വരാനായിട്ട്. ഈ കൂനിപ്പൊടിയൊക്കെ പെട്ടെന്ന് വേകുന്ന ഒന്നാണ്. നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു കൊച്ചിരി ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് അരപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് നടുക്കോട്ട് ചേർത്ത് വെക്കാം. നടുക്കോട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇത് വേകാനായിട്ട്. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ കൂനിപ്പൊടിയിൽ തന്നെ ഉള്ള വെള്ളം അത് നല്ല രീതിയിൽ ഇതിൽ ചേർന്നിറങ്ങിക്കോളും.
അപ്പോൾ ഇടയ്ക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനത് ഇളക്കി നല്ല രീതിയിലൊന്ന് ഇളക്കി നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. നമ്മുടെ കൂനിപ്പൊടി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമോ അല്ല, പക്ഷെ പെട്ടെന്ന് വേഗമുള്ള ഒന്നാണ് ഈ കൂനിപ്പൊടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉറപ്പായിട്ടും ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് എന്ത് ചെയ്യും, കരിഞ്ഞു പോവും. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരത്തേക്ക് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, നമ്മുടെ തേങ്ങയും ജീരകവും നമ്മൾ നല്ല രീതിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നല്ല രീതിയിൽ ഇളക്കുക കേട്ടോ. നമ്മുടെ തോരൻ വെക്കുന്ന പോലെ തന്നെ, പക്ഷെ ഇതിൽ ഒരു ചെറിയ തോതിൽ ഡിഫറൻറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൂനിപ്പൊടി തോരൻ. നമുക്ക് ചോറും കൂനിപ്പൊടി തോരനും മാത്രം മതി കഴിക്കാനായിട്ട്. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടി, ഇനി ഇത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഇച്ചിരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, നമുക്കൊരു ചിക്കൻ റോസ്റ്റ് റെസിപ്പി പോലെയൊക്കെ നല്ലൊരു റെസിപ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഒന്ന് നടുക്കോട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് ഈ ഒരു അരപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ മണം വരുന്നുണ്ട്. ഇപ്പം ഞാനൊന്ന് തുറന്ന് നോക്കുക കേട്ടോ. ആഹാ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിലൊരു ചെറിയൊരു കലാപരിപാടി കൂടിയുണ്ട്. ഇച്ചിരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നല്ല എരിവോട് കൂടെ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മുളക് പൊടിയും ആവശ്യത്തിന് ഇച്ചിരി കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഞാൻ. കുറച്ചുകൂടെ ഒരു ടേസ്റ്റി റെസിപ്പി ആയിട്ട്, കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചോറും ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. ആ മുളക് പൊടിയും കുരുമുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ല രീതിയിൽ അടച്ചൊന്നും വെക്കേണ്ട, തുറന്നു വെച്ച് തന്നെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ നമ്മുടെ കൂനിപ്പൊടി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്ന് വെച്ചാൽ കുട്ടികൾക്കായാലും നമ്മുടെ മുതിർന്നവർക്കായാലും, നമുക്ക് ഓഫീസിൽ പോകണമെങ്കിലോ നമുക്കൊന്ന് സ്കൂളിൽ പിള്ളേരെ വിടണമെങ്കിലോ നമുക്ക് ആ ചോറിൻ്റെ കൂട്ടത്ത് ഇച്ചിരി നമ്മുടെ ഉരുട്ട് ചമ്മന്തി വയ്ക്കുന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ ഈ ഒരു കൂനിപ്പൊടി തോരനും ചോറും ഒരു ഓംലേറ്റൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് അടിപൊളിയായിരിക്കും. നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ വീടുകളിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടെങ്കിലും എന്ത് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, see you in next video.